യുണൈറ്റഡ് ഡിസിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേസൊതുക്കാൻ കൈക്കൂലി, 2 ED ഏജന്റുമാർ വിജിലൻസ് പിടിയിൽ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കും. അരീക്കോട് മണ്ഡലത്തിലെ അംഗനവാടികളിൽ സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ റിമാൻഡിൽ. റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിൽ. കനിവ് 108 ആംബുലൻസ് ജീവനക്കാരുടെ പരിചരണത്തിൽ യുവതി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CISF ഉദ്യോഗസ്ഥർ റിമാൻഡിൽ. CISF SI വിനയകുമാർ ദാസ് 38, കോൺസ്റ്റബിൾ മോഹൻകുമാർ 31 എന്നിവരെയാണ് അങ്കമാലി JFM കോടതി റിമാൻഡ് ചെയ്തത്. ഈ മാസം 29 വരെയാണ് റിമാൻഡ് കാലാവധി. വാഹനം ഉരസിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ അങ്കമാലി തുറവൂർ അരിരേഷിൽ ഐവിൻ ജിജോ 24 കൊലപ്പെട്ടത്. പ്രതികൾ കാർ എടുത്തു പോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടഞ്ഞത് പ്രകോപനത്തിന് കാരണമായി എന്നാണ് വിവരം. ഐവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാർ ഇടിപ്പിച്ചതെന്നും കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കൊല്ലപ്പെട്ട ഐവിന്റെ സംസ്കാരം നടത്തി. കൊച്ചി വിമാനത്താവളത്തിനും സമീപം നായത്തോട് ബുധൻ രാത്രി 10ഓടെയാണ് നാടിനെ നടുക്കിയ ക്രൂരത നടന്നത്. നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർക്രാഫ്റ്റ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ് എന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായിരുന്നു ഐവിൻ ജോലി സ്ഥലത്തേക്ക് തുറവൂരിലെ വീട്ടിൽ നിന്നും കാറിൽ പോവുകയായിരുന്നു. നായത്തോട് തോമ്പ്ര റോഡിൽ ഐവിന്റെയും CISF ഉദ്യോഗസ്ഥരുടെയും കാറുകൾ തമ്മിൽ ഉരസി. ഇതേ ചൊല്ലി തർക്കമുണ്ടായി. CISFകാർ ഇതിനിടെ കാർ മുന്നോട്ടെടുത്തു. വിനയകുമാർ ദാസാണ് കാർ ഓടിച്ചിരുന്നത്. വാഹനത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഐവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ബോണറ്റിലേക്ക് വീണ ഐവിനുമായി അമിത വേഗത്തിൽ സഞ്ചരിച്ചു. നിലവിളിച്ചെങ്കിലും കാർ നിർത്തിയില്ല. സംഭവം കണ്ട ചിലർ കാറിനെ പിന്തുടർന്നു. ഇതോടെ സെന്റ് ജോൺസ് യക്കോബയായ ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേലയുമിടയിൽ കാർ പെട്ടെന്ന് നിർത്തിയപ്പോൾ റോഡിലേക്ക് ഐവിൻ വീണു. കാർ ഐവിന്റെ ദേഹത്തുകൂടി കയറ്റി. അടിയിൽ കുടുങ്ങിയ ഐവിനെ ഏറെ ദൂരം വലിച്ചിഴച്ചു. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഐവിൻ മരിച്ചു. കാറിന് വെള്ളിയിൽ റോഡിൽ വീണ നിലയിൽ കണ്ടെത്തിയ വിനയകുമാറിനെ ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷപ്പെട്ട മോഹൻകുമാറിനെ പിന്നീട് CISF ഓഫീസിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട 2 ED ഏജന്റുമാരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി പനമ്പള്ളി നഗറിലാണ് സംഭവം. കമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരെയാണ് അറസ്റ്റിലാക്കിയത്. ED ചോദ്യം ചെയ്ത കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ വിജിലൻസിന്റെ പിടിയിലായത്. ED കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. 2 ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു. അഡ്വാൻസ് തുക കൈമാറുന്നതിനിടെയാണ് രണ്ടുപേരെയും വിജിലൻസ് പിടികൂടിയത്. ED കേസുള്ള കാര്യം പ്രതികൾ എങ്ങനെ അറിഞ്ഞു എന്നതിലും അന്വേഷണം നടത്തും. കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമാണ് പരാതിക്കാരൻ. 2024 കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ച് പണം കൂടുതലും വിദേശത്താണ് ഉപയോഗിക്കുന്നത് എന്നും മറ്റും കാണിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും പരാതിക്കാരന് ഒരു സമൻസ് ലഭിച്ചിരുന്നു. അതുപ്രകാരം കൊച്ചി ED ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ബിസിനസ്സുകളുടെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അല്ലാത്ത പക്ഷം കേസെടുക്കുമെന്നും പറഞ്ഞിരുന്നു. തുടർന്ന് ED ഓഫീസിലെ ഏജന്റ് ആണെന്ന് പറഞ്ഞ് വിൽസൺ പരാതിക്കാരനെ പല പ്രാവശ്യം ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയും ചെയ്തു. കേസിൽ നിന്നും ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ ED ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞു. ED ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കുന്നതിനായി ഓഫീസിൽ നിന്ന് വീണ്ടും സമൻസ് അയപ്പിക്കുമെന്നും ഏജന്റായ വിൽസൺ പരാതിക്കാരനോട് പറഞ്ഞു. മെയ് 14 വീണ്ടും പരാതിക്കാരന് സമൻസ് ലഭിച്ചു. ഇതിന് പിന്നാലെ ഏജന്റായ വിൽസൺ പരാതിക്കാരനെ കണ്ടു. കേസ് ഒതുക്കുന്നതിന് 50 ലക്ഷം രൂപ വീതം 4 തവണകളിലായി 2 കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലുള്ള അക്കൗണ്ടിലിട്ട് നൽകണമെന്നും അറിയിച്ചു. കൂടാതെ 2 ലക്ഷം രൂപ പണമായി നേരിട്ട് വിൽസനെ ഏൽപ്പിക്കണമെന്നും 50,000 രൂപ കൂടി അധികമായി അക്കൗണ്ടിലിട്ട് നൽകണമെന്നും പറഞ്ഞു അക്കൗണ്ട് നമ്പർ പരാതിക്കാരന് നൽകി. ഈ വിവരം പരാതിക്കാരൻ എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു. തുടർന്ന് പ്രതികൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിൽസനെ വിജിലൻസ് സംഘം പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിലൂടെ രാജസ്ഥാൻ സ്വദേശി മുരളിയുടെ പങ്ക് വ്യക്തമാവുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പ്രതികളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ഹോസ്റ്റലിൽ നടന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും കൊതുകുജന്യ രോഗങ്ങളെ കുറിച്ചുള്ള പ്രദർശനവും കോർപ്പറേഷൻ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ K സച്ചിൻ അധ്യക്ഷനായി. DVC യൂണിറ്റിലെ P റിജേഷ് ക്ലാസ് എടുത്തു. ജില്ലാ
സർവൈലൻസ് ഓഫീസർ ഡോക്ടർ അനീറ്റ കെ ജോസി, ജില്ലാ ബിബിഡി കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ ഷിനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് എം മുരളി, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഡി സുധീഷ്, സ്പോർട്സ് ഹോസ്റ്റൽ വാർഡൻ പി ബിന്ദു എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് ജീവനക്കാരും സ്പോർട്സ് ഹോസ്റ്റലിലെ 100ഓളം വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഡെങ്കിപ്പനിയും കാരണങ്ങളും കൊതുക് പരത്തുന്ന രോഗങ്ങളും വ്യാപകവും ഗുരുതരവുമായ ഒന്നാണ് ഡെങ്കിപ്പനി. സാധാരണ ഡെങ്കിപ്പനി മാരകമല്ല. എന്നാൽ രക്തസ്രാവത്തോടു കൂടിയ ഡെങ്കിപ്പനി മരണ കാരണമായേക്കാം. ഉയർന്ന ഈർപ്പവാവസ്ഥയും കൂടിക്കൊണ്ടിരിക്കുന്ന താപനിലയും കാലം തെറ്റി ഇടവിട്ട് പെയ്യുന്ന മഴയും നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകു രോഗങ്ങൾ പടരുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഡെങ്കിപ്പനിക്ക് കാരണമായ പ്ലാവി വൈറസുകൾ 4 ഉപവിഭാഗങ്ങളായാണ് കാണപ്പെടുന്നത്. ഒരിക്കൽ ഒരിനം വൈറസ് ബാധിച്ച വ്യക്തിയിൽ രണ്ടാമത് മറ്റൊരു വൈറസ് ബാധിക്കുന്നതും, ഒന്നിൽ കൂടുതൽ തരം ഡെങ്കിപ്പനികൾ വൈറസുകൾ ഒരേ സമയം പ്രവേശിക്കുന്നതും, രക്തസ്രാവത്തോടു കൂടിയതും കൂടുതൽ ഗുരുതരവുമായ ഡെങ്കിപ്പനിക്കും ഡെങ്കി ഷോക്ക് സിൻഡ്രോമിനും കാരണമായേക്കാം. രക്തപരിശോധനയിലൂടെയാണ് ഡെങ്കിപ്പനി സ്ഥിരീകരണം. അഴീക്കോട് മണ്ഡലത്തിലെ അംഗനവാടികളിൽ സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. കെ സുമേഷ് MLA പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടി കുട്ടികൾക്കും കയർഫെഡ് നിർമ്മിച്ച സ്നേഹക്കിടക്കകൾ വിതരണം ചെയ്തു. ചിറക്കൽ കല്ലടത്തോട് അംഗനവാടി നടന്ന മണ്ഡലതല വിതരണോദ്ഘാടനം കെ സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളിലെ മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. അംഗനവാടികളിലെത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി. മണ്ഡലത്തിലെ 198 അംഗനവാടികളിൽ 4,27,946 രൂപ ചെലവിൽ 538 കിടക്കകളാണ് വിതരണം ചെയ്തത്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പുരാതി പളിക്കുന്ന് സോണുകളിലെ 59 അംഗനവാടികൾ 203, ചിറക്കൽ 43 അംഗനവാടികൾ 141, വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ 25, പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 19 അംഗനവാടികളിൽ 81, അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ 45 അംഗനവാടികളിൽ 45, നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ 23 അംഗനവാടികളിൽ 43 കിടക്കകൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ്, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മോളി N ശശീന്ദ്രൻ, വത്സല, വാർഡ് മെമ്പർ സുരേന്ദ്രൻ, ICDS സെൽ സീനിയർ സൂപ്രണ്ട് VK അമർനാഥ്, ഭാസ്കർ, ICDS സെൽ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു എന്നിവർ സംസാരിച്ചു. ഓംബുഡ്സ്മാൻ പരിഹരിച്ചു 83 പരാതികൾ. കണ്ണൂർ ജില്ലയിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ 2024-25 സാമ്പത്തിക വർഷം പരിഹരിച്ചത് 83 പരാതികൾ. ഓംബുഡ്സ്മാൻ KM രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. നിർമ്മാണത്തിലെ അപാകത ആവശ്യപ്പെട്ടിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, വ്യക്തിഗത ആസ്തികൾ നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തത്, ചെലവ് ലഭിക്കാത്തത് അടക്കമുള്ള പരാതികളായിരുന്നു ഏറെയും. പ്രവൃത്തി സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാൻ ഓംബുഡ്സ്മാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. പ്രവൃത്തി സ്ഥലങ്ങളിൽ സൈറ്റ് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. തൊഴിൽ നൽകിയതിന്റെ കൂലി ലഭ്യമായതിന്റെയും വിവരങ്ങൾ തെറ്റുകൂടാതെ വെട്ടിത്തിരുത്തലുകൾ ഇല്ലാതെ തൊഴിൽ കാർഡിൽ രേഖപ്പെടുത്താൻ എല്ലാ മേറ്റുമാർക്കും ഗ്രാമപഞ്ചായത്ത് മുഖേന അറിയിപ്പ് നൽകണം. പരാതികൾ സമർപ്പിക്കാൻ വിലാസമടങ്ങിയ ബോർഡ് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും സ്ഥാപിക്കണം. മാസ്റ്റർ റോളിൽ തിരിമറി നടത്തി അധിക തുക കൈപ്പറ്റിയവരിൽ നിന്നും പിഴ പലിശ സഹിതം തുക തിരിച്ചുപിടിച്ചു. 2024-25 സാമ്പത്തിക വർഷം വിവിധ ഉത്തരവുകളിലായി 3,31,434 രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കാൻ ശുപാർശ ചെയ്തതിൽ 1,25,095 രൂപ ഇതുവരെ തിരിച്ചടച്ചിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കും. കടന്നപ്പള്ളി, പാണപ്പുര ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവ ചേർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്നു. മെയ് 17 വൈകിട്ട് 4 മണിക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ M വിജിൻ MLA പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷയാകും. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വേസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ഏറ്റുവാങ്ങും. കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം പഴയങ്ങാടി മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെയ് 22 മുതൽ 25 വരെ പഴയങ്ങാടിയിൽ കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ M വിജിൻ MLA, K പത്മനാഭൻ, P ഗോവിന്ദൻ, K രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, CP ഷിജു,
ജസീർ അഹമ്മദ്, പി ജനാർദ്ദൻ, പി വി സജീവൻ, ടി രാജൻ, സന്തോഷ് CBK, AB രാജേഷ്, സുരേഷ് PT, KP മോഹനൻ, PV അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. മുരിക്കാശ്ശേരി കേളു സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മെയ് 18 വൈകിട്ട് 4 രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിക്കും. പയ്യാമ്പലത്ത് നടക്കുന്ന പരിപാടിയിൽ കണ്ണൂർ നഗരസഭാ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനാവും. കെ സുധാകരൻ MP, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളാകും. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, CK സുരേഷ് വർമ്മ, സിയാദ് ആതിര രാജ എന്നിവർ വിശിഷ്ട അതിഥികളാകും. തുടർന്ന് താവംഗ്രാമവേദി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും അരങ്ങേറും. കനിവ് 108 ആംബുലൻസ് ജീവനക്കാരുടെ പരിചരണത്തിൽ യുവതി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. കൊല്ലം പത്തനാപുരം മഞ്ചള്ളൂർ വാടകയ്ക്ക് താമസിക്കുന്ന 33-കാരിയാണ് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:55 സംഭവം. യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ കനിവ് 108 ആംബുലൻസിന്റെ സേവനം തേടുകയായിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നും അത്യാഹിത സന്ദേശം പത്തനാപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കനിവ് 108 ആംബുലൻസിന് കൈമാറി. ഉടൻ സ്ഥലത്തെത്തിയ ആംബുലൻസ് പൈലറ്റ് സിജോ രാജും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നിത ശ്രീജിത്തും ചേർന്ന് യുവതിയുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തിരിച്ചു. ആംബുലൻസ് പിറവത്തൂർ എത്തുമ്പോഴേക്കും യുവതിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുകയായിരുന്നു. തുടർന്ന് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നിത നടത്തിയ പരിശോധനയിൽ പ്രസവം എടുക്കാതെ മുന്നോട്ട് പോകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി. ആംബുലൻസിൽ തന്നെ ഇതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു. തുടർന്ന് 3:10 യുവതി ആംബുലൻസിൽ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി. ഉടൻ നിത അമ്മയും കുഞ്ഞുമായുള്ള പൊക്കൽക്കൊടി ബന്ധം വേർപ്പെടുത്തി ഇരുവർക്കും വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകി. തുടർന്ന് ആംബുലൻസ് പൈലറ്റ് സിജോ രാജ് ആംബുലൻസുമായി പുനലൂർ ആശുപത്രിയിലേക്ക് കുതിച്ചു. 3:30 പുനലൂർ താലൂക്ക് ആശുപത്രി ലേബർ റൂമിൽ വെച്ച് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നിധിയുടെയും ആശുപത്രി അധികൃതരുടെയും പരിചരണത്തിൽ യുവതി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അമ്മയും കുഞ്ഞുങ്ങളുടെയും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം SCAT ആശുപത്രിയിലേക്ക് കനിവ് 108 ആംബുലൻസിൽ തന്നെ മാറ്റി. അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു. വയനാട്ടിൽ റിസോർട്ടിലെ പുല്ലുമേന ഹട്ട് തകർന്ന് ടെന്റിന് മുകളിൽ വീണ വിനോദസഞ്ചാരിയായ യുവതി മരിച്ച സംഭവത്തിൽ റിസോർട്ട് മാനേജരെയും സൂപ്പർവൈസറെയും അറസ്റ്റ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് മാനേജർ KP സച്ചൻ, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്യും. നിലമ്പൂർ അകമ്പടം എരഞ്ഞിമങ്ങാട് ബീക്കൽ വീട്ടിൽ നീഷ്മ 25 മരിച്ചത്. മേപ്പാടി 900 കണ്ടിയിൽ വ്യാഴം പുലർച്ചെ 2 എമറാൾഡ് വെഞ്ചേഴ്സ് റിസോർട്ടിലാണ് അപകടം. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 16 പേരാണ് ബുധൻ വൈകിട്ട് 4 റിസോർട്ടിലെത്തിയത്. തകർന്ന ഹട്ടിനുള്ളിൽ 4 ടെന്റുകളിലായി 9 പേരാണ് താമസിച്ചിരുന്നത്. ടെന്റിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇവരുടെ മുകളിലേക്ക് ഹട്ടിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. പുല്ലും ടാർപ്പായും മരത്തടിയും അടക്കം വീണു. 15 അടിയോളം ഉയരത്തിലായിരുന്നു ഹട്ട്. ബുധൻ വൈകിട്ട് പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ഭാരം മേൽക്കൂരയ്ക്ക് താങ്ങാനാവാതെ തകർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുതരമായ പരിക്കേറ്റ നിഷ്മയെ റിസോർട്ടിലെ വാഹനങ്ങളിൽ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മറ്റുള്ളവർക്ക് തലയ്ക്കും കാലിനും കൈക്കും നിസാര പരിക്കേറ്റു. റിസോർട്ട് പോലീസ് അടപ്പിച്ചു. റിസോർട്ടിന് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നില്ലെന്ന് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഷെഡ് നിർമ്മിച്ചത് 3 വർഷം മുമ്പാണ്. ഗുണനിലവാരമില്ലാത്തതും അറ്റകുറ്റപ്പണി നടത്താത്തതുമായിരുന്നു ഇത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.